നമസ്കാരം, മറ്റൊരു ആഫ്രിക്കൻ വീഡിയോയിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് മസായി ഗ്രാമത്തിലാണ് കേട്ടോ. ആഫ്രിക്കയിലെ ടാൻസാനിയയിലാണ് ഈ ഒരു മസായി ഗ്രാമം. മിഗുമി നാഷണൽ പാർക്കിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അകലെയായി വനത്തിനുള്ളിലാണ് ഇവർ താമസിക്കുന്നത്. ഫെലിക്സ് ആണ് ഞങ്ങളെ മസായി ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഫെലിക്സ് തന്നെയാണ് മിഗുമി നാഷണൽ പാർക്ക് ഞങ്ങളെ കൊണ്ട് കറക്കി കാണിച്ചത്. അപ്പോൾ ഇവിടെ മെയിൻ റോഡിൽ നിന്ന് 1 കിലോമീറ്ററോളം ഉള്ളിലോട്ട് മാറി വനത്തിനുള്ളിലാണ് മസായികൾ താമസിക്കുന്നത്. അപ്പോൾ റോഡായിട്ടൊന്നുമില്ല, ഈ കാണുന്ന വഴിയെ പോകുക എന്നുള്ളതാണ്. അവർ തെളിച്ചിട്ടിരിക്കുന്ന വഴിയെ നമ്മുടെ വാഹനം പോവുക. മൊത്തം മഴയൊക്കെ പെയ്ത് കുഴിയൊക്കെ ആയി കിടക്കുകയാണ്. അന്നേരം മറ്റൊരു സൈഡിൽ കൂടെ വാഹനം ഓടിച്ചു പോകും. സ്ഥിരമായിട്ട് മസായികളെ കാണാൻ വേണ്ടി സഞ്ചാരികളൊക്കെ ഒരുപാട് വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ മസായി ഗ്രാമത്തോട് അടുത്തിരിക്കുകയാണ്. ഇതാണ് അവിടുത്തെ മസായി ഗ്രാമം. നമ്മുടെ വാഹനം കണ്ടതോടുകൂടി പലയിടത്തു നിന്നായിട്ട് മസായികളെല്ലാം അടുത്ത് കൂടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് അവർക്ക് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ക്രമീകരിച്ചിട്ട് വേണം നമുക്ക് ഇതിനെ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ഈ കാണുന്ന ചുറ്റുപാടുമുള്ള കുടിലുകളാണ് മസായികൾ താമസിക്കുന്നത്. അപ്പോൾ എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ അറിയാം. നമുക്കെന്തായാലും അവരെ ഒന്ന് കാണാം. ആദ്യം കാര്യം ചിലപ്പോൾ കമ്പ് കൊണ്ടൊരു കൂടും, അതിൻ്റെ അടുത്തായിട്ട് 2 ആട്ടിൻകുട്ടികളും കിടക്കുന്നത്. ആഫ്രിക്കൻ ആട്ടിൻകുട്ടികളാണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങളെ കണ്ട് ക്യാമറ കണ്ട് ഞങ്ങളടുത്ത് ചെന്നപ്പോഴത്തേക്ക് ഈ ഒരു കമ്പ് കുത്തി വെച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് എന്തോ മരം നട്ടിരിക്കുകയാണ്. അത് ആട് തിന്നാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോഴേക്കും മസായി ഞങ്ങളുടെ അടുത്ത് വന്നു. അവർ ഞങ്ങളെ പരിചയപ്പെടുത്തി തുടങ്ങി. Yes, my name is Nuhu and this is our village. It's a small village, so you are most welcome. And it's one family. We are 27 people, 3 generations. Yes. So today we would like to show you the traditional activities. And first of all, we have traditional clothes you can wear like us. And then we will give you the short history of our tribe. We will show you how we make the fire and traditional dancing. Yes, so feel free for questions, videos, photos, no problem, okay? Yeah, so Hakuna Matata, yes? Hakuna Matata. Yeah, good. Metenya Mali. Kaira, ya urunangan? Yeah, so if you're ready for the dress, we dress up for... Hi. ഇവർ വനത്തിനുള്ളിലാണ് താമസിക്കുന്നതെങ്കിലേ നല്ലോണം ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. പലരും വന്ന് സംസാരിക്കുന്നത് കേട്ടായിരിക്കാം. എന്തായാലും ഇവർ ആദ്യം വന്ന് നമ്മളെ വെൽക്കം ചെയ്തത് നോഹു ആണ്. നോഹുവിനാണ് ഇവിടുത്തെ ഇൻചാർജ് ഉള്ളത്. നോഹു പറയുന്നത് നമുക്ക് അവരുടെ വസ്ത്രം വേണമെങ്കിൽ ഇടാം, വസ്ത്രവും ആഭരണങ്ങളും ഇട്ടിട്ട് നമുക്ക് അവരുടെ കൂടെ സഹകരിക്കാം, ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. അപ്പോൾ അവർ ആദ്യം പാട്ടും അവരുടെ ഡാൻസും ഒക്കെ നമ്മളെ കാണിച്ചു തരും. അതിനുശേഷം ഫയർ ഉണ്ടാക്കുന്നത്, അവരുടെ പഴയ കാലത്തുള്ള ഇതാണല്ലോ ഫയർ ഉണ്ടാക്കുന്നത്, അത് കാണിക്കാം. പിന്നെ അവരുടെ ഓർണമെൻറ്റ്സുകൾ എല്ലാം കാണിക്കുക, കുടിലുകൾ കാണിക്കുക. ഒരു ഫാമിലിയാണ് ഇവർ. ആ ഫാമിലിയിൽ നിന്നുള്ള ആൾക്കാരാണ് ഈ ചുറ്റുപാടും വീടുകൾ വെച്ചിരിക്കുന്നത്.
John Abo. Oh ya. Asante sana. പാട്ടും ഡാൻസും തീർന്നതിന് ശേഷം ആ ചെറുപ്പക്കാർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നീ തീ ഉണ്ടാക്കുന്നത് കാണിക്കാമെന്ന്. പുരാതന കാലത്ത് ഇവർ തീപ്പെട്ടിയോ ലൈറ്ററോ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഇവരെങ്ങനെയാണ് തീ കത്തിച്ചിരുന്നത് എന്നുള്ളത് നമ്മളെ കാണിക്കാൻ പോവുകയാണ്. ഇവർ 2 മരക്കഷ്ണം എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ. ആ രണ്ടും പ്രത്യേകം തയ്യാറാക്കിയ രീതിയിലാണ് ആ മരക്കഷ്ണം ഉള്ളത്. അപ്പോൾ അരയിലിരുന്ന കത്തി എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ മരക്കഷ്ണം വെച്ചിട്ട് മറ്റൊരു മരക്കഷ്ണം, ഒരു റോള് പോലുള്ള മരക്കഷ്ണം എടുത്തിട്ട് അവർ കൈകൊണ്ട് തിരുമുകയാണ്. അങ്ങനെ ഏറെ നേരം ഇങ്ങനെ തിരുമി നിൽക്കുകയാണ്. ഇങ്ങനെയായിരുന്നു പണ്ട് ഉള്ളവർ, ആദിവാസികൾ ഒക്കെ ഈ ഒരു തീ ഉണ്ടാക്കിയിരുന്നത്. തീപ്പെട്ടിയൊക്കെ വരുന്നതിന് മുമ്പുള്ള കാഴ്ചയാണ്. അപ്പൊ ഇത് അന്ന് ഉണ്ടാക്കിയിരുന്നത് ഡെമോ നമ്മളെ കാണിക്കുകയാണ്. അല്ലാതെ ഇവരിപ്പോഴും ഇത് തന്നെയല്ല ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തീപ്പെട്ടിയും ലൈറ്ററും ഒക്കെ ഇവരുടെ കൈകളിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ സഞ്ചാരികൾ ചെല്ലുമ്പോൾ നമ്മളെ കാണിച്ചു തരുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഏകദേശം കുറച്ചു നേരം ഇങ്ങനെ ആക്കിയപ്പം തന്നെ അത് പുകഞ്ഞു തുടങ്ങി. ഈ 2 തടികൾ തമ്മിൽ ചേർന്ന് ഉരഞ്ഞു കഴിയുമ്പോഴത്തേന് ആ ഒരു തീ കണ്ടോ, പുക വരുന്നുണ്ടോ. അന്നേരം ഈ പുക വന്നതിന് ശേഷം അവര് അത് നിർത്തും. അത് നിർത്തിയിട്ട് ആ പൊടി ആ ഒരു ഇരുമ്പിന്റെ മുകളിലിരിക്കുകയാണ്. ആ ഇരുമ്പിന്റെ മുകളിൽ നിന്ന് കുറച്ച് കച്ചി കൊണ്ടുവന്നിട്ട് ആ കച്ചിയുടെ മുകളിലേക്ക് ഇട്ട് അവര് ഊതുകയാണ്. ചെറുതായിട്ട് ഊതി കൊടുക്കുമ്പോഴത്തേന് പെട്ടെന്ന് തീ കയറി പിടിക്കുന്നു. തീപ്പെട്ടിയും ലൈറ്ററും ഒക്കെ വരുന്നതിന് മുമ്പ് മസായികൾ വനത്തിൽ താമസിക്കുന്ന സമയത്ത് അന്ന് തീ കത്തിച്ചിരുന്നത് ഇതാണ്. മഴയായാലും വെയിലായാലും എപ്പോഴും ഏത് സമയത്ത് വേണമെങ്കിലും കത്തിക്കാം. കണ്ടോ, ഇങ്ങനെയാണ് ഇവർ പണ്ട് കാലങ്ങളിൽ തീ ഉണ്ടാക്കിയത്. ഇത് നമ്മുടെ പുതിയ തലമുറകൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല. അപ്പം അതിനുവേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അവരുടെ ഗ്രാമ കാഴ്ചകളാണ്. ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. അതെല്ലാം നമുക്ക് അടുത്തൊരു വീഡിയോയിലും എപ്പിസോഡിലും കാണാം. അപ്പം ടാറ്റാ, ബൈ ബൈ.